ഗുരുവായൂർ ദേവസ്വവും സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സംയുക്തമായ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി നൽകി വന്നിരുന്ന ഡയാലിസിസ് സേവനം നിർത്തിവെച്ചു. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സേവനം നിർത്തിയത്. പുയ്യ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ആക്രമണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് ഓഫീസിലെത്തിയ ആൾ ആക്രമിച്ചത്. ആക്രമണത്തിന് കാരണം മുൻ വൈരാഗ്യമാണെന്ന് സൂചന. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 6 രൂപയാണ് വർദ്ധിച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊമ്പൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചരിഞ്ഞു. ചഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. ഹൃദയാഘാതമാകാം മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കും. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. നവീകരിച്ച ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ വെങ്കല ഗരുഡൻ ചിറക് വിരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന ഗരുഡ പ്രതിമ അനാച്ഛാദന ചടങ്ങ് ക്ഷേത്ര നഗരിക്ക് ഉത്സവച്ചായേ. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ദേവസ്വവും സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സംയുക്തമായി കിഡ്നി രോഗികൾക്ക് സൗജന്യമായി നൽകി വന്നിരുന്ന ഡയാലിസിസ് സേവനം നിർത്തിവെച്ചു. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സേവനം നിർത്തിവെച്ചത്. 2 വർഷം മുൻപാണ് ബ്രഹ്മകുളത്ത് ദേവസ്വവും സത്യസായി ട്രസ്റ്റും സംയുക്തമായി വാടക കെട്ടിടത്തിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ നിന്നുള്ള മലിനജലം കാനയിലേക്കാണ് ഒഴുക്കിവിട്ടിരുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡയാലിസിസ് കേന്ദ്രത്തിന് പുറകിൽ ഭൂഗർഭ ടാങ്ക് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ്. പരിസരത്തെ കിണറുകളെല്ലാം ഉപയോഗിക്കാനാകാത്ത വിധം മലിനമയമായി. മുകളിൽ പാട കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് രൂക്ഷഗന്ധമാണ്. അശാസ്ത്രീയമായ ടാങ്ക് നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 5-6 മാസം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വാസന എടുക്കലും വെള്ളം കുടിക്കാണ്ടിരിക്കലും തുടങ്ങിയിട്ട്. വെള്ളം കുടിക്കാനേ പറ്റണില്ല. ഈ കനാലില് വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ വേനൽ വരുമ്പോ വറ്റിയിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ബോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് ഒരു 5-6 മാസമായിട്ട് ഈ കനാലിലെ വെള്ളം ഉപയോഗിക്കുമ്പോ ഭയങ്കര സ്മെല്ല് ഉണ്ടായിരുന്നു. അത് ഞങ്ങളത് കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പൊ ഈ വേനലിൽ എന്ന് പറയുമ്പോ കിണറ് നിറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. വറ്റുന്നില്ല. വറ്റിയിരുന്നതാണ് ഈ കിണറ്. പക്ഷെ ഇപ്പൊ വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രാസവസ്തു കലർന്ന മലിനജലം പുറത്തേക്കൊഴുകുന്നത് പരിസരവാസികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഡയാലിസിസ് കേന്ദ്രത്തിന് എതിരല്ലെന്നും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമൊരുക്കണമെന്നും വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഇവിടുത്തെ ബാക്കിലുള്ള ഒരു അത്ര സൗകര്യമില്ലാത്തൊരു ടാങ്കിലേക്ക് ആക്കുന്നത് മൂലം ആ വെള്ളം സമീപ പ്രദേശങ്ങൾ കിണറിലേക്ക് നീർച്ചാലായിട്ട് ഒഴുകി വരികയാണ്. നല്ലൊരു ഔട്ടർ റിംഗ് സംവിധാനത്തിലൂടെ ഈ വെള്ളം മാറ്റാനുള്ളൊരു സൗകര്യം ഈ ബിൽഡിംഗ് ഓണർ അല്ലെങ്കിൽ മാനേജ്മെന്റോ അത് ചെയ്ത് ഈ ഡയാലിസിസ് ഇവിടെ തുടർന്ന് തന്നെയാണ് ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെയും എല്ലാം ആവശ്യം. എന്നാൽ മാലിന്യ സംസ്കരണ സംവിധാനം ആര് സ്ഥാപിക്കുമെന്ന തർക്കമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയിരിക്കുന്നത്. കെട്ടിട ഉടമ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കി നൽകണമെന്നാണ് ദേവസ്വം ആവശ്യപ്പെടുന്നത്. 4 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന സംവിധാനം ഒരുക്കാൻ ദേവസ്വവും ട്രസ്റ്റും തയ്യാറല്ല. ഇതോടെ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിർധനരടക്കം നിരവധി രോഗികൾക്ക് ഡയാലിസിസ് കേന്ദ്രം ആശ്വാസമായിരുന്നു. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കാതെയും ആരോഗ്യത്തിന് കോട്ടം തട്ടാതെയും ഡയാലിസിസ് കേന്ദ്രം തുറന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു വീട്ടിലേക്ക് കിണറ്റില് ഇപ്പോ പാട കെട്ടി വളരെ കുടിവെള്ള കിണറ് വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷത്തിലായി. സമീപത്തുള്ള 3-4 വീട്ടുകാർ വളരെയധികം ഭീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ കിണറ്റിലേക്കും ഇതേപോലെ മലിനജലം വരുമോ എന്നുള്ള പേടിയിലാണ്. അതിന് ഒരു ഫിൽറ്ററിംഗ് സംവിധാനമുള്ള ഒരു ടാങ്ക് വെച്ച് അത് സുരക്ഷിതമായി ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. TCV ന്യൂസ്, ഗുരുവായൂർ. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ പഞ്ചായത്ത് ഓഫീസിലെത്തിയയാൾ ആക്രമിച്ചു. ഓഫീസിലെത്തിയ മടത്തുമടി സ്വദേശി മാളിയേക്കൽ ജോസ് എന്നയാളാണ് ആക്രമിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഡെയ്സി തോമസ് മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വസ്ത്രം കീറി നേരത്തെയും ഇയാൾ പഞ്ചായത്ത് ഓഫീസിലെത്തി അസഭ്യം പറഞ്ഞ് അവഹേളിച്ചതായി പരാതിയുണ്ട്. ഈ സംഭവത്തിൽ മാള പോലീസ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് മോശമായി പെരുമാറിയെന്ന്
പരാതിപ്പെട്ടിരുന്നു. പോലീസ് പ്രതിക്ക് അനുകൂലമായി അന്ന് നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പ്രതിഷേധിച്ചു. ജോസ് MK മാളിക്കൽ ഓഫീസ് മടത്തുമ്പടി എന്ന അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സ്വപ്ന എന്ന ക്ലർക്കുമായി സംസാരിക്കുന്നത് കണ്ടു. മുൻപ് സെക്രട്ടറിനെയും എന്നെയും വഴക്ക് പറഞ്ഞതിന് എന്നെ അപായപ്പെടുത്താൻ നോക്കിയതിനും മാളെ SHOയ്ക്കും SP-ക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇന്ന് 3-4 ദിവസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറി വരണമെന്ന് സ്റ്റാഫ് എന്നോട് പറയണേ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇന്നാണ് ഞാൻ അയാളെ കണ്ടത്. ഇയാളെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാനും വൈസ് പ്രസിഡന്റും കൂടി മുറിയിൽ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാ മാസവും 1-ാം തീയതി നടക്കുന്ന എൻ്റെ വാർഡ് തല മീറ്റിംഗ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഹാളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് മാസ്ക് ധരിച്ച് താഴെ നിന്ന് വരുന്നവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായി. പക്ഷെ എന്നാൽ ഞാൻ ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഇയാൾ എന്നെ കടന്നു പിടിക്കുകയും എൻ്റെ സാരി വലിച്ചു കീറുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഇന്ന് മടത്തുംപടി സ്വദേശി പഞ്ചായത്തിൽ കയറി പ്രസിഡന്റിനെ ആക്രമിക്കുകയും വസ്ത്രാക്ഷേപം നടത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് പൂപ്പത്തി സെൻട്രൽ ഹർത്താൽ ആചരിക്കുകയാണ്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് വില 1812 രൂപയായി. ഫെബ്രുവരി 1-ന് വാണിജ്യ സിലിണ്ടർ വില 1806 ആയിരുന്നു. എന്നാൽ കാർഷിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊമ്പൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചരിഞ്ഞു. ചാഴൂർ ചേറ്റക്കുളം പാറക്കുളങ്ങര അയ്യപ്പ ക്ഷേത്ര വളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. 62 വയസ്സായിരുന്നു. കാട്ടൂർ സ്വദേശി ഡോക്ടർ രാകേഷിന്റേതാണ് ആന. ഹൃദയാഘാതമായിരിക്കാം ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആന പാപ്പാൻ പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ആനയെ കോടനാട്ട് സംസ്കരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂടുകൂടും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കടുത്ത വേനലിനെ അതിജീവിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ തണ്ണീർപന്തലുകൾ ഒരുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നവീകരിച്ച ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ വെങ്കല ഗരുഡൻ ചിറക് വിരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന ഗരുഡ പ്രതിമ അനാച്ഛാദന ചടങ്ങ് ക്ഷേത്ര നഗരിക്ക് ഉത്സവഛായയേകി. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ ഗരുഡ പ്രതിമയുടെ ചെറിയ രൂപത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുളസിമാല ചാർത്തി. പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയിൽ പ്രതീകാത്മക ഗരുഡ പ്രതിമ മഞ്ജുളാൽ തറയിലേക്ക് എഴുന്നള്ളിച്ചു. പൂക്കാവടികളും നാഗസ്വരവും എഴുന്നള്ളിപ്പിന് വർണ്ണപ്പകിട്ടേകി. ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങളാണ് മഞ്ജുളാൽ പരിസരത്തെത്തിയത്. ഗരുഡ ശില്പത്തിന്റെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ, സംവിധായകൻ ഹരിഹരൻ, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. പറവൂർ സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ വേണു കുന്നപ്പള്ളിയുടെ വഴിപാടായി 1.20 കോടി രൂപ ചിലവഴിച്ചാണ് മഞ്ജുളാൽ തറ നവീകരിച്ച് ഗരുഡ പ്രതിമ സ്ഥാപിച്ചത്. 5200 കിലോ ഭാരമുള്ള വെങ്കല ഗരുഡ പ്രതിമയ്ക്ക് 20 അടി നീളവും 8 അടി ഉയരവുമുണ്ട്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ഉണ്ണി കാനായിയാണ് ശില്പി. 1968 കോയമ്പത്തൂർ കൃഷ്ണൻ നിർമ്മിച്ച ശില്പം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ജീവനക്കാരെ അകാരണമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധിച്ചത്. ജിജി വിവരങ്ങളുമായി ചേരുന്നു. ജിജി, ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഉപരോധ സമരം അവസാനിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു എസ് വാലപ്പന്റെ നേതൃത്വത്തിലാണ് ജോയിന്റ് ഡയറക്ടർ സാബു സെബാസ്റ്റ്യനെ ഉപരോധിച്ചത്. പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. എന്നിട്ടും ജോയിന്റ് ഡയറക്ടർ വഴങ്ങാത്തതിനെ തുടർന്ന് സനീഷ് കുമാർ ജോസഫ് MLA സ്ഥലത്തെത്തി 1 മണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷമാണ് ഉപരോധം അവസാനിച്ചത്. 1 മാസത്തേന് താൽക്കാലികമായി ജീവനക്കാരെ സ്ഥലം മാറ്റില്ലെന്ന് ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞത്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളോടും മുനിസിപ്പാലിറ്റിയോടും LDF സർക്കാർ കാണിക്കുന്ന അവഗണനയാണ് ഇത്തരം സ്ഥലം മാറ്റങ്ങൾക്ക് പിന്നിലെന്ന് MLA ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും 1 മാസത്തേക്ക് ജീവനക്കാരെ സ്ഥലം മാറ്റില്ലെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ലിറ്റി വിശദാംശങ്ങൾ നൽകിയതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ജീവനക്കാരെ അകാരണമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നിലവിൽ 1 മാസത്തേക്ക് ജീവനക്കാരെ സ്ഥലം മാറ്റില്ല എന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിച്ചു. ജിജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ലോട്ടറി വിൽപ്പനയുടെ മറവിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയയാളെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമചന്ദ്രനെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് 13 കുപ്പി മദ്യവും വീട്ടിൽ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്ന 51 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. ആകെ 32 ലിറ്റർ മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഹണിബി, മെക്ഡൊണാൾഡ് എന്നീ ബ്രാൻഡ് മദ്യമാണ് ഇയാൾ അധികവും വിറ്റിരുന്നത്. ഇയാളിൽ നിന്നും 1100 രൂപയും കണ്ടെടുത്തു. ചിറ്റിശ്ശേരി പ്രദേശങ്ങളിൽ വ്യാപക മദ്യവിൽപ്പന നടക്കുന്നതായിട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി ഇന്ന് രാവിലെ പരിശോധിച്ചതിൽ ചിറ്റിശ്ശേരി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമേന്ദ്രൻ എന്നയാൾ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും ഒരു 13 കുപ്പി മദ്യം പിടിക്കുകയും തുടർന്ന് ആളെ ചോദ്യം ചെയ്തതിൽ ആളുടെ താമസിക്കുന്ന വീടിൻ്റെ പിൻവശം ഷെഡിൽ നിന്ന് 51 കുപ്പി മദ്യം അടങ്ങിയ ഒരു ചാക്ക് കണ്ടെത്തുകയും ചെയ്തു. ഇദ്ദേഹം അമിത ലാഭത്തിന് KSBC നിന്ന് മദ്യം വാങ്ങി വെച്ചിട്ട് ഡ്രൈഡേ ദിവസങ്ങളിൽ മറച്ചു വെക്കണം. ആകെ 64 കുപ്പി മദ്യം, 32 ലിറ്റർ മദ്യം പിടികൂടിയിട്ടുണ്ട്. ഹണിബി, മാക്ഡോൾസ് എന്നുള്ള മദ്യം 6 ലിറ്ററിൻ്റെ മദ്യ കുപ്പികളാണ് എല്ലാം 700 രൂപ 600 രൂപ റേഞ്ചിലാണ് ഇദ്ദേഹം വിറ്റ് അമിത ലാഭത്തിന് മറച്ചു വെക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മദ്യം വിറ്റ മണ്ണമ്പേട്ട കരുവാപ്പടയിൽ സ്കൂട്ടർ ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരിയായ വയോധികയ്ക്ക് പരിക്കേറ്റു. പാലക്കുന്ന് സ്വദേശി രാധയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവാപ്പടി സെന്ററിന് സമീപമായിരുന്നു അപകടം. തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി കൊൽക്കത്തയിൽ വാഹനാപകടത്തിൽ മരിച്ചു. കുണ്ടുകാട് വട്ടപ്പാറ പുത്തൻപുരയ്ക്കൽ മാർക്കോസിന്റെ മകൻ 23 വയസ്സുള്ള സിറിലാണ് മരിച്ചത്. ഏറെക്കാലമായി കുടുംബത്തോടൊപ്പം കൊൽക്കത്തയിൽ താമസിക്കുന്ന സിറിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. SSLC പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. 36,090 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് 15,300 വിദ്യാർത്ഥികളും തൃശൂരിൽ നിന്ന് 9,943 വിദ്യാർത്ഥികളും ഇരിങ്ങാലക്കുടയിൽ നിന്ന് 10,846 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. 258 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 3 മുതൽ 26 വരെയാണ് SSLC പരീക്ഷ. ഫയർ മീറ്റർ സ്ഥാപിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമാക്കുമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്ന് AITC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KJ റാഫി അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KK ഹരിദാസ്, നേതാക്കളായ അഡ്വക്കേറ്റ് PK ജോൺ, I സതീഷ് കുമാർ, KN രഘു, അഡ്വക്കേറ്റ് ME എൽദോ, NR ശിവദാസൻ എന്നിവർ സംസാരിച്ചു.
മാലിന്യ ശേഖരണത്തിനായി മാള പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് നൽകിയ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കും മുൻപ് ഉപയോഗശൂന്യമായതായി ആക്ഷേപം. ഉപയോഗരഹിതമായ മുച്ചക്ര വാഹനം ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാലിന്യം തള്ളുന്നിടമായി മാറിയിരിക്കുകയാണ്. 1 കോടി രൂപ വകയിരുത്തിയാണ് ജില്ലാ പഞ്ചായത്ത് 30 പഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് വാഹനങ്ങൾ വാങ്ങി നൽകിയത്. എന്നാൽ ഈ വാഹനത്തിൽ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുന്നതിന് നിരപ്പുള്ള റോഡ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന അവസ്ഥയാണ്. വാഹനം കൊണ്ടുവന്ന ഒരു ദിവസം മാത്രമാണ് റോഡിലേക്ക് ഇറക്കിയത്. ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നതിന് കുടുംബശ്രീയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ വാഹനം ഉപയോഗിക്കാൻ കഴിയും എന്നായിരുന്നു പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ലൈസൻസ് ലഭിച്ചാലും വാഹനം നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ന്യൂമോണിയ ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സവും ഛർദിയും മൂർച്ഛിച്ചതായും മാർപ്പാപ്പയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായും വത്തിക്കാൻ അറിയിച്ചു. കൃത്രിമ ശ്വാസത്തോട് പ്രതികരിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജെമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയ്ക്കായി ലോകമെങ്ങും പ്രാർത്ഥന തുടരുകയാണ്. തിരുവല്ലാമല പഞ്ചായത്ത് മാണിയങ്ങാട്ട് സാംസ്കാരിക നിലയം പഞ്ചായത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതായി ആരോപണം. നിലയത്തിന്റെ അകത്തും പുറത്തും മാലിന്യങ്ങൾ ചാക്കുകളാക്കി നിറച്ചുവെച്ച നിലയിലാണ്. 2016-17 സാമ്പത്തിക വർഷത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. നിലവിൽ വാതിലുകളും ജനലുകളും ചിതൽ പിടിച്ച് നശിച്ച് അടച്ചിടാൻ കഴിയാത്ത സ്ഥിതിയാണ്. UDF ഭരണസമിതിയും വാർഡംഗവും വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നും മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും CPM ബ്രാഞ്ച് സെക്രട്ടറി എബി ദിവാകരൻ പറഞ്ഞു. ഭവന നിർമ്മാണത്തിനും റോഡ് വികസനത്തിനും ഊന്നൽ നൽകി തോളൂർ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 17 കോടി 15 ലക്ഷം രൂപ വരവും 16 കോടി 74 ലക്ഷം രൂപ ചെലവും 41,06,500 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ലിലി ജോസ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് 2.51 കോടി രൂപയും റോഡുകളുടെ നവീകരണത്തിന് 1.19 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 75.25 ലക്ഷം രൂപയും ശുചിത്വ പരിപാലനത്തിന് 44 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, KG പോൾസൺ, VK രഘുനാഥൻ, AP പ്രജീഷ്, VP അരവിന്ദാക്ഷൻ, സെക്രട്ടറി അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പെരുവനം ശിവന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ 3 ആനകൾ എഴുന്നള്ളിച്ച് ശീവേലി നടന്നു. വൈകിട്ട് പഞ്ചവാദ്യം, നിറമാല, ദീപാരാധന, ഡബിൾ തായമ്പക എന്നിവ ഉണ്ടാകും. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ PTA പ്രസിഡന്റുമാരുടെ സംഗമം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തക ഷീബ മീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് രേഷ്മ മനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC ജില്ലാ കോർഡിനേറ്റർ PD പ്രകാശ് ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ ജീവൻ കുമാർ അഞ്ചേരി, PTA പ്രസിഡന്റ് VB ജോസഫ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ്, സൗഹാർദ്ദ സമേതം ഇൻചാർജ് PS സരിത എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 44ാം സംസ്ഥാന സമ്മേളനം നാളെ തൃശൂർ പേൾ റീജൻസിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ്, എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി R മോഹൻകുമാർ, മറ്റ് ഭാരവാഹികളായ AT ജോബി, VJ റോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ജന്മദിനമായ തിങ്കളാഴ്ച സമർപ്പണ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ പി ജയചന്ദ്രൻ അനുസ്മരണം ജയസ്മൃതി സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അനുസ്മരണ ചടങ്ങ് സംഗീത സംവിധായകൻ ഔസേപ്പ് ബച്ചൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മൈനർ ഭാവഗാന മത്സരം നടത്തി മൈനർ ഭാവഗായകനെ തിരഞ്ഞെടുക്കും. സമർപ്പണ തൃശൂർ ജനറൽ കൺവീനർ ശ്രീകുമാർ ആമ്പല്ലൂർ, വൈസ് പ്രസിഡന്റുമാരായ MA ബാബു, പ്രദീപ് പാലിയത്ത്, ഭഗീരഥി ചന്ദ്രൻ, കൺവീനർ KS ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനയുടെ ഏക്കത്തുകയായി നിശ്ചയിച്ച 5 ലക്ഷം രൂപ നിർധന കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി നൽകി ചാലിശ്ശേരിയിലെ പൂരാഘോഷ കമ്മിറ്റി. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരത്തിൽ നവയുഗ പൂരാഘോഷ കമ്മിറ്റിയാണ് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന് തണലായി എത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് അജിതൻ കഴിഞ്ഞ വർഷവും തൊട്ടുപിന്നാലെ 2 മാസങ്ങൾക്കിപ്പുറം +1 വിദ്യാർത്ഥിയായിരുന്ന മൂത്ത മകൻ അതുൽ കൃഷ്ണ വാഹനാപകടത്തിലും മരിച്ചതോടെയാണ് കുടുംബം മാനസികമായടക്കം തകർന്നത്. ഇതോടെ ഇവരുടെ സ്വപ്നമായ വീട് നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തിന് കൈത്താങ്ങായി ആലിക്കര നവയുഗയിലെ 40 അംഗ കമ്മിറ്റി രംഗത്തെത്തിയത്. കൊമ്പൻ ചിറക്കൽ കാളിദാസനെ 5,03,000 രൂപയ്ക്ക് എഴുന്നള്ളത്തിന് ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അജിതന്റെ വീട് നിർമ്മാണത്തിനായി ആനയെ ഒഴിവാക്കി തുക കുടുംബത്തിന് നൽകുകയായിരുന്നു. ആവശ്യം അറിയിച്ചതോടെ ആനയ്ക്ക് അഡ്വാൻസ് നൽകിയ 20,000 രൂപയും ഉടമ കമ്മിറ്റിക്കാർക്ക് തിരിച്ചു നൽകി. പിന്നീട് ശിങ്കാരിമേളം മാത്രം നടത്തി ലളിതമായാണ് പൂരാഘോഷം നടത്തിയത്. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MS മനു, സെക്രട്ടറി സനൂപ്, ട്രഷറർ MK ശരത് എന്നിവരാണ് ഈ സദുദ്യമത്തിന് നേതൃത്വം നൽകിയത്. TCV കുന്നംകുളം. SFI നേതാവ് R. കൊച്ചനിയൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും വളണ്ടിയർ മാർച്ചും നടന്നു. തുടർന്ന് രാമനിലയത്തിന് സമീപം പ്രത്യേകം ഒരുക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് ഉദ്ഘാടനം ചെയ്തു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗമായിരുന്ന ഷിഹാബുദ്ദീന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, PK രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, AC രമേശ്, KK മനോജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലബ്ബായ ഒയാസിസ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കലോത്സവം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. മീനാക്ഷി അധ്യക്ഷത വഹിച്ചു. 6 വേദികളായി പ്രച്ഛന്നവേഷം, നാടോടി നൃത്തം, ഒപ്പന, സംഘനൃത്തം, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് നടക്കുന്നത്. ജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഗായകൻ അഹമ്മദ് നജാദ് ഉദ്ഘാടന ചടങ്ങിൽ ഗാനം ആലപിച്ചു. പ്രശസ്ത ഗായകൻ ഇസ്മായിൽ പാട്ടുഹോളിക്ക് അവതരിപ്പിക്കുന്ന ഗാനവിരുന്നും മജിഷ്യൻ പ്രേംദാസിന്റെ മാജിക്കും വൈകിട്ട് നടക്കും. കൺവീനർ K. സിനാന, ഡോക്ടർ AK മുബാരക്, ഒയാസിസ് ഫൗണ്ടർ ഡോക്ടർ ലതാരാജ്, പ്രൊഫസർ T. കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ചാം ഓർമ്മ ദിനത്തിൽ ഗജരത്നം ഗുരുവായൂർ പത്മനാഭന് ദേവസ്വത്തിന്റെ സ്മരണാഞ്ജലി. ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ പത്മനാഭ പ്രതിമയ്ക്ക് മുന്നിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ പുഷ്പാർച്ചന നടത്തി. ഇന്ദ്രസൻ, ഗജേന്ദ്ര, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ പത്മനാഭ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്ന് തുമ്പി ഉയർത്തി പ്രണാമമർപ്പിച്ചു. ജീവതരം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K. രാധ, ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത്ത് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെക്കാലം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ പത്മനാഭൻ 2020 ഫെബ്രുവരിയിലാണ് ചരിഞ്ഞത്. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനഗറിൽ പാഴിടിഞ്ഞു കിടന്ന കുളം സംരക്ഷിക്കാൻ നടപടിയെടുത്ത് നാട്ടുകാർ. പ്രദേശത്തുള്ള മൂസത്ത് കുളം നാളെയേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. പലരുടെയും പുരയിടത്തിന്റെ അതിരുകൾ പങ്കിടുന്ന കുളത്തിന്
10 സെന്റിലധികം വിസ്തൃതിയുമുണ്ട്. ശ്രീനഗർ പ്രദേശത്തുള്ള വലിയ ശുദ്ധജല സ്രോതസ്സായ മൂസത് കുളം സംരക്ഷിക്കണമെന്ന ആശയവുമായി കേരള റെസിഡൻസ് അസോസിയേഷനും അഷ്ടപതി തിയേറ്റേഴ്സ് പ്രവർത്തകരുടെ രംഗത്ത് വരികയായിരുന്നു. നാട്ടുകാരും സഹകരിച്ചതോടെ കുളം വൃത്തിയാക്കൽ ആഘോഷമായി. ഉപയോഗയോഗ്യമാക്കിയ മൂസത് കുളത്തിൽ മത്സ്യകൃഷിയും നീന്തൽ പരിശീലനവും നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഇപ്പോൾ മാലിന്യങ്ങളെല്ലാം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന ഈ കുളം പൊതുജനങ്ങളുടെയും കേരള റെസിഡൻസ് അസോസിയേഷൻ്റെയും അഷ്ടപതി തിയേറ്റേഴ്സിൻ്റെയും പ്രവർത്തകരുടെ പ്രയത്നഫലമായി ശുചീകരിക്കുകയാണ്. കുളങ്ങൾ എല്ലാം നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൊതുകുളമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുക, ശുചീകരിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുളം 10,000-കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശുചീകരിക്കുന്നത്. നേരത്തെ ഗ്രാമീണ മേഖലകളിൽ കുളം വെട്ടൽ എന്നത് വേനൽക്കാലങ്ങളിൽ നാടിന്റെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടന്നിരുന്ന പ്രവൃത്തിയായിരുന്നു. ശ്രീനഗറിൽ നടന്ന കുളം വെട്ടൽ മുതിർന്നവർക്ക് ഗൃഹാതുരതയാർന്ന ഓർമ്മകൾ പങ്കുവെക്കലും പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ അനുഭവവുമായി മാറി. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെങ്കടങ്ങ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസും സംയുക്തമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK വിമല ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. സമരരംഗത്തുള്ള ആശാ ഹെൽത്ത് വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ് കീറിക്കത്തിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജി റോയ്, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, ഷംസുദ്ദീൻ OT, മഹേഷ് കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. മിൽമ എറണാകുളം മേഖല യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കനകമല ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷക പരിശീലന പരിപാടിയും മേഖല യൂണിയനിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. മുൻ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റും മേഖല യൂണിയൻ ഭരണസമിതി അംഗവുമായ ഷാജു വെളിയൻ അധ്യക്ഷത വഹിച്ചു. മിൽമ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, താര ഉണ്ണികൃഷ്ണൻ, NR രാധാകൃഷ്ണൻ, KC മാർട്ടിൻ, മേഖല യൂണിയൻ MD വിൽസൺ J പുറവക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെയർമാൻ CN വത്സലൻ പിള്ള നിർവഹിച്ചു. റംസാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളാനിക്കര മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഹാഫിൽ ഹസൻ സക്കാഫി മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളാനിക്കര മഹൽ ചീഫ് ഇമാം മുസ്തഫ ഗുദ്സി ഉദ്ഘാടനം ചെയ്തു. KA സുലൈമാൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KU അലി, സിദ്ദിഖ് മുസ്ലിയാർ, ഫാറൂഖ് ഉസ്താദ്, മുഹമ്മദ് അലി സാഹിബ്, അബ്ദുൾ മുത്തു സാഹിബ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എംപവർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റായിരുന്ന IL സെബാസ്റ്റ്യന്റെ അനുസ്മരണ യോഗം നടന്നു. അനുസ്മരണ യോഗം CPM മണ്ഡലം ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV സേവ്യർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് CT ബാബു, നിയോജക മണ്ഡലം സെക്രട്ടറി ബൈജു ലൂയിസ്, KJ മെജോ, സാംസങ് ചിരിയങ്കണ്ടത്ത്, PJ പീറ്റർ, VV ജോർജ് എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എളവള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ സർക്കാർ മെമ്മോ കത്തിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു. റാഷിദ് എളവള്ളി, രവീന്ദ്രൻ കാക്കനാട്ട്, ലിസി വർഗീസ്, സീമ ഷാജു, ശരത് കുമാർ, CT ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുനിൽ കുമാർ കൈമാപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 7-നാണ് ചെമ്പൂച്ചിറ പൂരം. പെരുമ്പിളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നാളെ നടക്കും. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹങ്ങൾ മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് താളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി പെരുമ്പിളിച്ചിറ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്രം സ്ഥാപതി ജിതേഷ് കൊടകര,
ക്ഷേത്ര ശില്പി ബാബു ശങ്കർ മേലൂർ, വിഗ്രഹം നിർമ്മിച്ച ശില്പി സുദേവൻ ഒറ്റപ്പാലം, യുവ കലാകാരൻ നികേഷ് കൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് അജിത് കുമാർ കുറുവത്ത്, സെക്രട്ടറി ഗിരിജ സദാനന്ദൻ, ട്രഷറർ പ്രകാശൻ ഒലുക്കൂരാൻ എന്നിവർ നേതൃത്വം നൽകി. നാളെ നടക്കുന്ന പ്രതിഷ്ഠയ്ക്ക് മുൻ ശബരിമല മേൽശാന്തിയും ക്ഷേത്രം തന്ത്രിയുമായ അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഇതോടൊപ്പം നടക്കും. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി ഭാസ്കരൻ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. യുവകവിയും ഗാനരചയിതാവുമായി ER ജോഷി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയിൽ നടന്ന യോഗത്തിൽ ലൈബ്രറി സെക്രട്ടറി MU കബീർ അധ്യക്ഷത വഹിച്ചു. കവിയും എഴുത്തുകാരനുമായ ശരത് ചന്ദ്ര കർത്ത, ജോൺസൺ പോണല്ലൂർ, MA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴമ്പാലക്കോട് ALP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് E രമണി ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കലാകാരൻ രാജേഷ്, വാർഡ് മെമ്പർ ഉദയപ്രകാശ്, സ്കൂൾ മാനേജർ EP വർഗീസ്, PTA പ്രസിഡന്റ് രാജു വെട്ടുകാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയ്ക്കും ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കുമെതിരെ തെക്കങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. തെക്കങ്ങര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മോഹനൻ കരിമത്ര, AA അഷ്റഫ്, VM കുര്യാക്കോസ്, P രാധാകൃഷ്ണൻ, TA ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം പെരിഞ്ഞനത്ത് നടത്തിയ ചിപ്പി കൂൺ കൃഷി വിളവെടുത്തു. പെരിഞ്ഞനം 10ാം വാർഡിൽ കാരയിൽ ജ്യോതി സുനിൽകുമാർ, പുന്നിലത്ത് നദീറ ഹനീഫ എന്നിവരാണ് കൂൺ കൃഷി വിജയകരമായി വിളയിച്ചത്. ED ടൈസൺ MLA കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസമോൾ സൈമൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയത്തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, CDS ചെയർപേഴ്സൺ സരിത കണ്ണൻ, കൃഷി ഓഫീസർ PN നാനു തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന വനിതകൾക്ക് കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, കൃഷി ഓഫീസർ KA മേഘ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് 3ാം വാർഡിലെ 86ാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടമായി. കബീർ മുച്ചത്ത് സൗജന്യമായി നൽകിയ ഭൂമിയിൽ ED ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച 23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ED ടൈസൺ MLA നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയത്തങ്ങൾ, ER ഷീല, ഹേമലത രാജ്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ലളിതകലാ അക്കാദമിയിൽ ഈ മാസം 3, 4, 5 തീയതികളിൽ ചിത്രകലാ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എക്കോസ് ഓഫ് ദി വാർമിംഗ് വേൾഡ് എന്ന പേരിലുള്ള പ്രദർശനത്തിൽ 100ഓളം ചിത്രകാരന്മാർ 120ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 4-ന് ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ KV അശോകൻ, ദയാനന്ദൻ പത്മാലയം, ജസ്ലിൻ ജെയിംസ്, നിഷ രാജു, VK ലതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
കോടന്നൂർ ആസ്പയർ ഫിറ്റ്നസ് സോൺ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മിസ്റ്റർ കേരള ക്ലാസിക് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നാളെ കോടന്നൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. ചടങ്ങിൽ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ആചാര്യൻ BM ബഷീറിനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി നൽകി ആദരിക്കും. സ്ത്രീ പുരുഷ വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് പ്രൈസ് സംഖ്യയും ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. ചീഫ് കോർഡിനേറ്റർ റഫീഖ് റോഷ്, ഭാരവാഹികളായ ദിലേഷ് മാരാത്ത, കാർത്തിക ജോഷി, ക്ലീറ്റസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് മുണ്ടൂർ ഗ്രൌണ്ടിൽ നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 20 ടീമുകൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഘാന, ഐവറി കോസ്റ്റ് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും പങ്കെടുക്കും. രാത്രി 8-ന് തുടങ്ങുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് മുൻപായി രാത്രി 7-ന് 16 ടീമുകൾ പങ്കെടുക്കുന്ന പ്രാദേശിക ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ ജോൺസൺ ജോർജ്, മറ്റ് ഭാരവാഹികളായ KP രാജൻ, MJ ഡിജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് അധ്യക്ഷയായി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ CV സുഭാഷ്, ടെസി ഫ്രാൻസിസ്, സെക്രട്ടറി PA ദീപ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നടന്നു. ആഘോഷ പരിപാടികൾ ചലച്ചിത്ര താരം TG രവി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ആഫ്രിക്കൻ പ്രതിനിധി ബൈറോൺ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, സ്കൂൾ മാനേജർ O സുമേഷ് എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിലൊരു പരിപാടി അടുത്ത കാലത്തിൽ നിന്ന് ഞാൻ ഏത് സ്കൂളിലും കണ്ടിട്ടില്ല. വെൽ പ്ലാൻഡ്. ഏങ്ങണ്ടിയൂർ ശ്രീ ആയിരം കണ്ണി ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി നാരായണൻകുട്ടിയെ മുഖ്യ കാർമ്മികനായി ഈ മാസം 6-നാണ് പൂരം. വൈകിട്ട് പകൽപൂരം എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും തൃപ്രയാർ അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 101 പേരുടെ മേളവും ഉണ്ടായിരിക്കും. ഗജരത്നം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പേറ്റും. ഭാരവാഹികളായ പ്രസിഡന്റ് ഉത്തമൻ കാതോട്ട്, സെക്രട്ടറി വിശ്വംഭരൻ കാതോട്ട്, മാനേജിംഗ് ട്രസ്റ്റി വിദ്യാസാഗർ കാതോട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,370 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ദേവസ്വവും സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സംയുക്തമായി കിഡ്നി രോഗികൾക്ക് സൗജന്യമായി നൽകി വന്നിരുന്ന ഡയാലിസിസ് സേവനം നിർത്തിവെച്ചു. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സേവനം നിർത്തിയത്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ആക്രമണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് ഓഫീസിലെത്തിയ ആൾ ആക്രമിച്ചത്. ആക്രമണത്തിന് കാരണം മുൻ വൈരാഗ്യമാണെന്ന് സൂചന. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 6 രൂപയാണ് വർദ്ധിച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊമ്പൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചരിഞ്ഞു. ചാഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. ഹൃദയാഘാതമാകാം മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കും. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. നവീകരിച്ച ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ വെങ്കല ഗരുഡൻ ചിറക് വിരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന ഗരുഡ പ്രതിമ അനാച്ഛാദന ചടങ്ങ് ക്ഷേത്ര നഗരിക്ക് ഉത്സവ ഛായയേകി.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.